ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ മാസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ്, ഈ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ് ചെയ്ത് കൂടിക്കൊള്ളുക. പിന്നെയുള്ളത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമായിട്ടുണ്ടാവുക. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരിക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ മാസം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഫിനാൻഷ്യലി കുറച്ച് ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഒബ്വിയസ്ലി നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഭയങ്കര കുറവുള്ള ഒരാളായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടത് വേണ്ട രീതിയിൽ സക്സസ് ആവാതെ ബ്ലോക്കായി പോയിട്ടുള്ള ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കടങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ആൻഡ് ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടും അങ്ങനെയും നിങ്ങൾ കുറച്ച് ലോസിലേക്ക് പോയിട്ടുള്ളതായിട്ട് അങ്ങനെയും ഉള്ളവരെയും കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ടോക്സിക് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പെങ്കിൽ ഇതൊക്കെ റിലീവ് ചെയ്തിട്ട് അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നിങ്ങൾ വേറെ രീതിയിൽ അന്വേഷിക്കുക. ഓക്കെ, ആൻഡ് അതെങ്ങനെയാണ് നിങ്ങൾ യുക്തിപൂർവ്വം തീരുമാനിക്കുക. ഇതിലിപ്പോൾ കാണിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് ഈ മാസത്തിൽ ഉണ്ടാവുന്ന ഒരു മേജറായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി കുറച്ച് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി മൂലം നിങ്ങൾക്കൊരു ജോബ് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മൂലം ഏതെങ്കിലും പുതിയ സംരംഭങ്ങളിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വലിയൊരു കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന പോലുള്ള ഒരു ഫീലിങ്സ്. ഈ വ്യക്തിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കും കേട്ടോ. പെറ്റ്സ്, പ്ലാന്റ്സ്, ഗാർഡൻസ്, പച്ചക്കറി തോട്ടങ്ങൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ആളായിരിക്കും. മേ ബി നിങ്ങളായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ തിരിച്ചും വരും. അപ്പോൾ ആർക്കാണ് റെസിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലേ റെസിനേറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ. അപ്പോൾ ഫിനാൻഷ്യൽ ഗ്രോത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ആ ഫിനാൻസ് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നിങ്ങളെ ഈ വ്യക്തി പഠിപ്പിച്ച് തരുന്നുമുണ്ട്. ഓക്കെ, ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അവർ റിയൂണിയൻ ചെയ്ത് വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതായിരിക്കാം. അതിൽ നിന്നും നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ച് അതിൽ പോസിറ്റീവായിട്ട് എനർജിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ട്
നിങ്ങൾ സണ്ണിൻ്റെ പോലെ ഉയർന്നു പൊങ്ങുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഏൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പ് ആവുന്നു എന്നുള്ള ആ ഒരു അവസ്ഥ മാറിയിട്ട് നിങ്ങൾ ഒരുമിച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. ആ ബിസിനസ്സിൽ ഗ്രോത്ത് വരുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേജ് മാറുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ മാസം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം കടന്നു വരുന്നു. ഇപ്പോൾ ഇത്രയും കാലം നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങളൊരു ആരുമില്ലാത്തൊരവസ്ഥ, ലോൺലിനെസ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റീയൂണിയൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നു. അല്ലെങ്കിൽ ഈ ഒരു മാസത്തിലാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു മാസത്തിൽ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ കുറേ അനുഗ്രഹങ്ങൾ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ പോസിറ്റീവ്ലി അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, വിസിബിളായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും നിങ്ങൾ സ്വീകരിക്കാറില്ല. നിങ്ങൾ തട്ടിക്കളയാറാണ് പതിവ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ അപ്പോഴും ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ മുന്നിൽ നിങ്ങൾക്ക് കൈനീട്ടി വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കാറില്ല. നിങ്ങൾ തീർത്തും അതിനെപ്പറ്റി അവോയ്ഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടൊന്നും നിങ്ങൾ മുന്നോട്ട് നീങ്ങാറില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഈ ഒരു മാസം നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ, നല്ല നല്ല പ്രൊമോഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവാണ്. പക്ഷെ നിങ്ങൾ അതിനൊക്കെ ഒരു വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കഴിഞ്ഞു പോയ പാസ്റ്റ് ലൈഫ് ട്രോമയിൽ സ്റ്റക്ഡായിട്ട് ഇരിക്കുന്ന ആ അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോഴും പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കതൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു എൻഡിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ അതെടുത്ത് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. പുതിയ പുതിയ അവസരങ്ങൾ, കാരണം അഗെയിൻ ഡബിൾ കൺഫർമേഷനാണ്. റെയിൻബോ ഒക്കെ കാണുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ റെയിൻബോ ഒക്കെ കാണുന്നത് ഏത് കുഞ്ഞുകുട്ടി പോലും, കുഞ്ഞുകുട്ടിയുടെ പോലെ തന്നെ വലിയവരും നോക്കി നിന്ന് പോകുന്ന, ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ മാനത്ത് വിമാനം പോകണം കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കും. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും അല്ലേ, അത് നമ്മുടെ ഉള്ളിലെ കുട്ടിത്തം നമ്മൾ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് മഴവില്ലെന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു മഴവില്ല്, ഒരു വിബ്ജിയോറ് സംഭവിക്കാൻ പോവുകയാണ്. അത് ഒന്നല്ല രണ്ടല്ല 7 വർണ്ണങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ പ്രതിധ്വനിക്കാൻ പോകുന്ന ഒരവസരം വരികയാണ് ദിസ് മന്ത്. ഈ മാസം നിങ്ങളെപ്പോഴാണത് കാണുന്നത് ആ മാസം നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു അബൻഡൻസും വളരെയധികം കാര്യമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു മാസം. ആ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം വളരെ കറക്റ്റായിട്ട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തീരുമാനം എടുത്താലും നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കാറില്ല. പക്ഷേ ഇത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാൻ പോകുന്ന ഒരവസ്ഥ, അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്താണ്. അതുകൊണ്ടാണ് ഫോർ ദിസ് മന്ത് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്താണ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങൾക്കെല്ലാം ഒരു വലിയൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന മാറ്റമാണ്. ആ ബന്ധം മൂലം, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും, ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറി ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു വേയിലേക്ക് നിങ്ങൾ പോവുകയാണെന്നാണ് കാണിക്കുന്നത്. അത് ത്രൂ യുവർ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി കൊണ്ട് തന്നെയാണ് നിങ്ങൾ മാറാൻ പോകുന്നത്. അപ്പോഴും നിങ്ങൾ ഈ ഒരു എനർജിയിൽ ഇരിക്കാതെ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന എനർജിയിൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ഒറാക്കിൾ കാർഡ്സ് നമുക്കൊന്ന് നോക്കാം.
നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടാത്ത വ്യക്തികളാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റാത്ത, ക്ഷമയില്ലാത്ത ഒരവസ്ഥയിലൂടെയൊക്കെ ഫേസ് ചെയ്ത് പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് പറയുന്നത് മെഡിറ്റേഷൻ ശീലമാക്കുക. പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരം മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തരും. വിൽ ബ്രിങ് ആൻസർ എന്നാണ് പറയുന്നത്. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ്. നിങ്ങളുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. പല കാര്യങ്ങൾക്കുള്ള ഉത്തരം, ഒരു കാര്യവും രണ്ട് കാര്യവും ഒന്നുമല്ല, നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളിലൂടെ പോകുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഏത് സാഹചര്യം നോക്കിയാലും നമുക്ക് ഉത്തരം കിട്ടാത്ത കുറേ ക്വസ്റ്റ്യനിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊരു ഉത്തരം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റാരോടും നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. മെഡിറ്റേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ ശീലമാക്കുക. നിങ്ങൾക്ക് ഒരു ഉത്തരം നിങ്ങളുടെ ലഭിക്കും. ആൻഡ് നിങ്ങളിപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. ഇതെന്തോ ഏതൊക്കെയാണോ സത്യം, അങ്ങനെയുള്ളൊരു മനോഭാവത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും നിങ്ങൾക്ക് റെസനേറ്റ് ആവാനായിട്ടുള്ള സാധ്യതയില്ല കേട്ടോ. പോസിറ്റീവ് മൈൻഡായിട്ട് കാണുന്നവർക്ക് ഇതെല്ലാം അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നെഗറ്റീവായിട്ട് ഇതിനെ കാണുമ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിലേക്ക് വരിക. അപ്പോൾ ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ഇറ്റ് എന്നാ അതിന് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമാക്കാനും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങളതിനു വേണ്ടി വളരെ നല്ല രീതിയിൽ പരിശ്രമിക്കുക തന്നെ വേണം. അങ്ങനെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യമാണ് ബിഗ് ഹാപ്പി ചേഞ്ചസ്. വളരെ നല്ല ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അബണ്ടൻസ് ആയിരിക്കും, ജോബ് റിലേറ്റഡ് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കാതോർക്കുക. അല്ലാതെ അത് മതി എന്ന് പറഞ്ഞ് അഡിക്റ്റായിട്ട് നടക്കരുത്. ടോക്സിസിറ്റി ഉള്ളതാണെങ്കിൽ അകന്ന് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിലേക്ക് മാത്രം പോവുക. ഇനി നമുക്ക് നമ്മുടെ ഏഞ്ചൽസിൻ്റെ കുറച്ചധികം വന്നിട്ടുണ്ട് കേട്ടോ. ഡി ഫോർ ഡോഗ്, ഡി വെച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളുടേത്. മേ ബി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഡി വെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ലെറ്റർ ആയിരിക്കാം ഡി. ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കാൻ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള പല അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. ആ നന്ദി ഇല്ലാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്നും തിരിച്ചെടുക്കേണ്ട സിറ്റുവേഷൻസ് വരെ വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ചുണ്ടോടടുപ്പിച്ച് വന്നിട്ട് അങ്ങോട്ട് തട്ടി പോകുന്ന അവസ്ഥ, ചുണ്ട് വരെ വന്നിട്ടുണ്ടാവും. ഇപ്പം കിട്ടുമെന്ന് മോഹിപ്പിച്ച്. ഇപ്പോൾ കുതിരയ്ക്ക് പുല്ല് കെട്ടിഞ്ഞാത്തി കഴുതേനെ പുല്ല് മുമ്പിൽ കെട്ടിഞ്ഞാത്തിയിട്ട് കഴുതേനെ നടത്തിപ്പിക്കും ഭാരം വെച്ചിട്ട്. എന്തുകൊണ്ടാണ്? കഴുത വിചാരിക്കും ആ പുല്ല് ഇപ്പം കിട്ടുമെന്ന്. എവിടെ കിട്ടുക, അത് കെട്ടിയിട്ടേക്കാം മുമ്പിൽ. അങ്ങനെ കുതിര ഓടും, അല്ല കഴുത. അപ്പോൾ കഴുതയ്ക്ക് ബുദ്ധിയില്ല. അതുപോലെ ആവരുത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുക. ചുണ്ടോടടുപ്പിച്ച് എല്ലാം തട്ടിപ്പോകുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സഫർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം നന്ദി അർപ്പിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഏത് കാര്യവും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാരറ്റ് റീഡേഴ്സ് ആയാലും മറ്റാരും ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരായിട്ട് ചിന്തിക്കുക, നെഗറ്റീവായിട്ട് ചിന്തിക്കുക. അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊന്നും ശരിയാവില്ല. ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ പല കാര്യങ്ങളും എടുക്കുന്നവരായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുള്ളൂ. ആ സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്നത് അത് നടക്കും. ഉറച്ച് വെറുതെ ഒരു കണിക പോലും വിശ്വാസമില്ലായ്മ ഇല്ല അതിൽ. അത് നടക്കും, എൻ്റെ ലൈഫിലൊന്നും നടക്കും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം നമ്മൾ നടക്കും എന്ന് പറയില്ല, അതുപോലെ വിശ്വസിച്ച് നിങ്ങളൊരു കാര്യം ഒരു തരി പോലും നിങ്ങൾക്ക് അവിടെ വിശ്വാസക്കുറവുണ്ടെങ്കിൽ ആ സംഭവം നടക്കില്ല.
ഓക്കെ, അപ്പോൾ അങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ലൂപ്പിൽ പെട്ട, ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ പെട്ട അവസ്ഥയായിരിക്കും. അതിൽ നിന്നും പുറത്ത് കിടക്കുക, ഒരു കുഴിയുടെ ഉള്ളിൽ പെട്ട അല്ലെങ്കിൽ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ പെട്ട പുറത്ത് കിടക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുക. എല്ലാ കാര്യത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കെ വെച്ചിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കാം. കെ വെച്ചിട്ടുള്ളതായിരിക്കാം നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ലവറായിരിക്കാം, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഒഴിച്ചു കൂടാൻ പറ്റുന്ന ഒരു വ്യക്തിയെ അല്ല ഇദ്ദേഹം. വളരെയധികം നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത്രയ്ക്കും അധികം നിങ്ങളെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. ഇപ്രാവശ്യം കുറേ കാർഡ് വീണു. ഏഞ്ചൽസ് ബ്ലെസ്സിങ്സ് നല്ല രീതിയിലുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസിന് നല്ല ബ്ലെസ്സിങ്സ് ഉള്ളവരാണ് കേട്ടോ നിങ്ങൾ. ചിലരുടെ റിലേഷൻഷിപ്പിനെ ഏഞ്ചൽസ് ബ്ലെസ്സ് ചെയ്യില്ല, അവർക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് ഇല്ലാത്തവരായിരിക്കും. പക്ഷേ ഞാൻ നോക്കിയെടുത്തോളം നിങ്ങളുടെ എല്ലാ കാര്യത്തിനും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സും ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സും ഏഞ്ചൽസ് ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ നിങ്ങളെന്ന് പറയുന്നതും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇനി എന്ത് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങളങ്ങനെ അയ്യോ ഇനി എന്താ ഉണ്ടാവുക, എൻ്റെ ലൈഫിൽ എന്താ ഉണ്ടാവുക എന്ന് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ. ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് ഇങ്ങനെ ബാഡായിട്ട് പോകുന്നു, ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, എല്ലാം നെഗറ്റീവാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബാഡ് അടിക്കുന്നുണ്ടല്ലോ. നിങ്ങളങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയും പോയിക്കോട്ടെ, എൻ്റെ ലൈഫ് പോസിറ്റീവായിട്ട് പോകണമെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നിങ്ങളെന്താണ്, നിങ്ങൾ എങ്ങനെ പോകും, നിങ്ങൾ എങ്ങനെയാവും, എൻ്റെ ലൈഫ് ഇനി എന്താണെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻസ്ഡാണ് നിങ്ങൾ. വരുന്നോടത്ത് വെച്ച് കാണട്ടെ, നിങ്ങളുടെ വിധി എന്താണോ, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണോ അതാണ് നിങ്ങളിലേക്ക് വരിക. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നോ, നിങ്ങളുടെ ഡെസ്റ്റിനി നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്താണ്, എൻ്റെ ലൈഫ് എന്താണ്, അതൊന്നും ചിന്തിക്കാതിരിക്കുക. പോസിറ്റീവായിട്ടിരിക്കുന്ന പക്ഷം നിങ്ങളുടെ ലൈഫ് പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് പോകും. ഓക്കെ, എഫ് വെച്ചിട്ടുള്ളൊരു വ്യക്തി കാണുന്നുണ്ട്. മേ ബി എഫ് വെച്ചിട്ടുള്ളൊരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ വിഷമായിട്ട്, ഒരു വലിയ പോയ്സണായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. മേ ബി അതൊരു ഫീമെയിലായിരിക്കാം, ഒരു മെയിലായിരിക്കാം. അതൊരു റോങ് പേഴ്സൺ ആണ്. ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിടന്ന് കളിച്ച് തുടങ്ങിയത് മുതലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആവാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം ഡള്ളായി പോവാൻ തുടങ്ങിയത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ട ഈ പേപ്പർ കട്ട് ചെയ്ത് മാറ്റിയതാണ് ഞാൻ ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട്. അത് ഇറ്റ്സ് എ റോങ് പേഴ്സൺ, അതിൻ്റെ സൈനാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് ഈ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് എ ഹോൾ, കണ്ടോ, അതൊരു ഹോളാണ്, ഒരു ഓട്ടയാണ്. കണ്ടോ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ക്യാമറ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ദാറ്റ്സ് എ ഹോൾ. അത് നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ ഹെൽത്തിനെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാർന്ന് തിന്നുന്ന ഒരു ഹോളാണ്. അപ്പോൾ ആ ഒരു പോയ്സൺ എന്ന് പറയുന്ന ആ ഒരു ലേഡിയെയോ മെന്നിനെയോ നിങ്ങളുടെ ലൈഫിൽ നിന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് എടുത്തു മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വിൽ ഗോ എ വലിയ ലൂപ്പ്. അത് ഇത്ര നേരം പറഞ്ഞ ലൂപ്പൊന്നുമല്ല, അത് വലിയ ലൂപ്പ്. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ പെട്ട, ഈ വ്യക്തിയുടെ ഈ ഒരു ഓട്ടയിൽ പെട്ട നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും പുറത്തോട്ട് കര കയറില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാപ്പി ആവില്ല. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, ഇത്തരത്തിലുള്ള ലൂപ്പിനെ ഒന്ന് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, മാറ്റി നിർത്തുക. ബാഡായിട്ടുള്ള കാര്യങ്ങൾ ബാഡായിട്ട് തന്നെ ഇരിക്കുക, അവിടെ ഇരുന്നോ, ടെമ്പർ അടുത്തേക്ക് വരണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത്തിരി ലോങ് ആയി, പക്ഷേ കാര്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അതെൻ്റെ ലൈഫിൽ സംഭവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാനുള്ള കുറുക്ക് വഴിയാണ്. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക, പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ 3 ചാനലുണ്ട്, സബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക.
അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു. സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.